പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിന് രാജ്യത്ത് ആദ്യമായി പോർട്ടൽ ഏർപ്പെടുത്തിയെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവകാശവാദം വസ്തുതാവിരുദ്ധം. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന അതേ പോർട്ടലാണ് പുതിയത് എന്ന പേരിൽ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ഇത്തരം തെറ്റായ അവകാശവാദങ്ങൾ പദ്ധതിയുടെ വിശ്വാസ്യത തകർക്കുന്നുവെന്ന് മുൻ മന്ത്രി പി രാജീവ് പറഞ്ഞു. 100days.kerala.gov.in ഇതാണ് സർക്കാർ നടപ്പാക്കുന്ന 100 ദിന കർമ്മ പദ്ധതിയുടെ പുരോഗതി പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനുള്ള പോർട്ടൽ. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അവകാശവാദം. ഒരു ഓപ്പൺ പോർട്ടൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഒരു സംസ്ഥാനത്ത് ചെയ്യുന്നത്. ഒരു പരീക്ഷണം പോലെയാണ്. ഏറ്റവും ഭംഗിയായി ഫോളോ അപ്പ് ചെയ്ത് ഏറ്റവും കൃത്യമായി 100 ദിവസത്തിനുള്ളിൽ ഈ പദ്ധതികൾ മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തും ഇതേ സംവിധാനം ഇതേ സൗകര്യങ്ങളോടെ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ചിത്രങ്ങൾ മാത്രം മാറ്റി അതേ പോർട്ടൽ രാജ്യത്ത് ആദ്യത്തേതെന്ന പേരിൽ അവതരിപ്പിക്കുകയായിരുന്നു വി ഡി സതീശൻ. മുഖ്യമന്ത്രി പദവിയുടെ വിശ്വാസ്യതയാണ് ഇത്തരം നടപടികളിലൂടെ തകരുന്നതെന്ന് മുൻമന്ത്രി പി രാജീവ് പറഞ്ഞു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കുന്ന രൂപത്തിൽ വേണം പ്രസ്താവന നടത്താനായിട്ട്. കൗതുകകരമായ കാര്യമെന്നുള്ളത് അന്നത്തെ അതേ സംവിധാനമാണ്, അതേ ഡൊമെയിനാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ 100 ദിനത്തിലുണ്ടായിരുന്നത്. യാഥാർത്ഥ്യം പരിശോധിക്കാതെ മുഖ്യമന്ത്രിയുടെ തെറ്റായ അവകാശവാദം അതേപടി ചില മാധ്യമങ്ങൾ ആവർത്തിച്ചുവെന്നും പി രാജീവ് വിമർശിച്ചു. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഉപ്പുകൂടാതെ വിഴുങ്ങുന്ന മാധ്യമങ്ങളുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ ആധികാരികമാണ് എന്ന ധാരണയിലായിരിക്കും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. കാരണം മുഖ്യമന്ത്രിയെപ്പോലെ ഒരാൾ പറയുമ്പോൾ ക്രോസ് ചെക്ക് ചെയ്ത് ഇത് പുതിയതാണോ എന്ന് വരുത്തേണ്ട ഒരു അധിക ജോലി ഇതിനു മുൻപ് ഒരു മുഖ്യമന്ത്രിയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് നൽകിയിട്ടില്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിന് പകരം സംവിധാനം ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് മലയാള മാധ്യമങ്ങളെന്നും പി രാജീവ് കുറ്റപ്പെടുത്തി. കൈരളി ന്യൂസ്, കൊച്ചി.